ശ്രീബുദ്ധന്റെ സദസ്സിലേക്ക് ഒരു ദിവസം ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ഓടിക്കയറി വന്നു. അവരുടെ കയ്യിൽ നിമിഷങ്ങൾക്ക് മുമ്പ് മരിച്ച തന്റെ ഓമന മകന്റെ മൃതശരീരവും ഉണ്ടായിരുന്നു. ജീവനറ്റ തന്റെ പിഞ്ചു കുഞ്ഞിനെ ബുദ്ധന്റെ മുന്നിൽ കിടത്തി ആ സ്ത്രീ വാവിട്ട് കരയാൻ തുടങ്ങി. തനിക്ക് ആകെയുള്ള സ്വത്ത് ഈ കുഞ്ഞു മാത്രമാണ്. അങ്ങ് എങ്ങനെയെങ്കിലും ഇവനെ ജീവിപ്പിക്കണം, എന്നെ കാത്തു രക്ഷിക്കണം. അറിവിന്റെ നിറകുടമായ മഹാജ്ഞാനിയായ ശ്രീബുദ്ധൻ കുറെ സമാധാനിപ്പിച്ചു നോക്കിയെങ്കിലും അതൊന്നും ആ അമ്മയുടെ മുമ്പിൽ വിലപ്പോയില്ല. ആ കരച്ചിൽ കേട്ടു നിൽക്കാൻ വയ്യാതെ ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ശരി, കുട്ടിക്ക് ഞാൻ ജീവൻ നൽകാം. അതിനൊരു മരുന്നുണ്ടാക്കണം. ആ മരുന്നിൽ ചേർക്കാൻ ഒരു പിടി കടുകും വേണം. പക്ഷേ ആരും മരിക്കാത്ത വീട്ടിൽ നിന്നാവണം ആ കടുക്. അത് കേട്ട ഉടനെ ആ അമ്മ ഓടിപ്പോയി ഒരു പിടി കടുകിന് വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങാൻ തുടങ്ങി. ഒടുവിൽ ഏറെ നേരത്തെ അലച്ചിലിന് ശേഷം നിരാശയോടെ അവർ ബുദ്ധന്റെ അരികിൽ തിരിച്ചെത്തി. കരുണാമയനായ ബുദ്ധൻ കരഞ്ഞു തളർന്ന് തന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ആ അമ്മയോട് ചോദിച്ചു, അമ്മേ, കടുക് കിട്ടിയോ? അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹം മരണത്തിന്റെ അനിവാര്യത അവർക്ക് പറഞ്ഞു കൊടുത്തു. ജനിച്ചാൽ മരിക്കണം, മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. അത് പ്രകൃതി നിയമമാണ്. ജീവികൾ ആരും തന്നെ അതിന് അതീതരല്ല. ശ്രീബുദ്ധന്റെ സാരോപദേശങ്ങൾ ആ അമ്മയുടെ മനസ്സു മാറ്റി. അവർ പിന്നീട് അറിയപ്പെടുന്ന ഒരു ബുദ്ധ സന്യാസിയായി മാറി എന്ന് ചരിത്രം പറയുന്നു. എന്താണ് ഈ ചരിത്രകഥ നമ്മോട് പറയുന്നത്? എന്ത് സന്ദേശമാണ് ഈ കഥ നമുക്ക് നൽകുന്നത്? ആകെയുണ്ടായിരുന്ന ഒരൊറ്റ മകൻ മരിച്ച ആ അമ്മയുടെ തീരാത്ത ദുഃഖമാണോ? അതോ മരണമെന്ന അനിവാര്യമായ സത്യത്തെക്കുറിച്ചുള്ള അവബോധമോ? അതുമല്ലെങ്കിൽ ശ്രീബുദ്ധ ഭഗവാന്റെ അതിരുകളില്ലാത്ത കാരുണ്യമോ? ഉത്തരത്തിന്റെ അംശങ്ങൾ ഇതിലെല്ലാം ഉണ്ടെങ്കിലും പരിപൂർണമായ ഉത്തരം ഇതൊന്നുമല്ല. ഒരു പ്രവാചകന് വേണ്ട ജ്ഞാനം, ഒരു നേതാവിന് വേണ്ട ഉൾക്കാഴ്ച, ഒരു ഭരണകർത്താവിന് വേണ്ട പ്രായോഗിക ബുദ്ധി, ഈ സിദ്ധികളെല്ലാം മഹാനായ ശ്രീബുദ്ധനിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ അമ്മയുടെ ദുഃഖമകറ്റി അവർക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകാനായത്. ഏറെ അറിവുള്ള ആളായിട്ടും നിരക്ഷരയായ ആ അമ്മയുടെ ദുഃഖമകറ്റാൻ കുറെ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുകയല്ല ബുദ്ധൻ ചെയ്തത്. എത്ര പറഞ്ഞിട്ടും കാര്യം മനസ്സിലാക്കാത്ത അവരെ തന്റെ അനുയായികളെ കൊണ്ട് പടിക്ക് പുറത്താക്കാനും അദ്ദേഹം ശ്രമിച്ചില്ല. അടുക്കള മാത്രം ലോകമായിട്ടുള്ള അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സാധാരണ ഉപമയിലൂടെ കാര്യം ശരിക്കും പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുകയാണ് ബുദ്ധൻ ചെയ്തത്. അതിനാണ് അദ്ദേഹം അവരോട് ഒരു പിടി കടുക് കൊണ്ടുവരാൻ പറഞ്ഞത്. ഏറ്റവും ദുരൂഹമായ മരണത്തിന്റെ രഹസ്യം മനസ്സിലാക്കി കൊടുക്കാൻ ഉപയോഗിച്ച മാധ്യമം ഏറ്റവും നിസ്സാരമായ ഒരു പിടി കടുക്. ജീവികൾക്ക് മരണം അനിവാര്യമാണെന്ന് ആ സ്ത്രീക്ക് ബുദ്ധൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ബുദ്ധന്റെ സാരോപദേശം കേട്ട് ആ സ്ത്രീക്ക് അറിവിന്റെ വെളിച്ചം കിട്ടുന്നു. അവരുടെ ദുഃഖത്തിൽ നിന്ന് മോചനം നേടുന്നു. സാധാരണക്കാരായ നമുക്കുമുണ്ട് ഇതിലൊരു സന്ദേശം. ഓരോ ആപത്ത് വരുമ്പോഴും നാം അറിയണം, അതിലേറെ ആപത്തിൽപ്പെട്ടവർ നമുക്ക് ചുറ്റും ഉണ്ടെന്ന്. ആരും മരിക്കാത്ത വീട്ടിൽ നിന്ന് ഒരു പിടി കടുകിനു പോയ ആ അമ്മക്ക് മനസ്സിലായില്ലേ, മരണം എല്ലാവർക്കും ഉണ്ട് എന്ന സത്യം. ആ തിരിച്ചറിവാണ് നമുക്കും വേണ്ടത്. അറിവിന് പുസ്തകങ്ങൾ തന്നെ വേണമെന്നില്ല, ഒരു പിടി കടുകായാലും മതി, അല്ലേ?